തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഹലോ ഹലോ, ഫോണ് റേഞ്ചും ഇല്ലേ? ഹലോ ഇതെന്തേത്? ശിവ, അമ്മായി, ശിവ, അവള് വരുന്നു. മെർലിൻ വരുന്നുണ്ടെന്ന്. എനിക്കറിയാൻ പാടില്ല, കയ്യില് ബാഗൊക്കെ ഉണ്ട്. എന്ത് എന്ത്? മെർലിൻ വരുന്നുണ്ട്. മെർലിനാ? കയ്യിൽ ബാഗൊക്കെ ഉണ്ടെന്ന്. ബാഗാ? ഞാൻ പറഞ്ഞില്ലേ സ്വപ്നം കണ്ട കാര്യം, അതുപോലെ ബാഗൊക്കെ ആയിട്ടാണ് വന്നത്. ഇങ്ങോട്ടാ? ചേച്ചി ശരിക്കും ബാഗൊക്കെ ഉണ്ട്, ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അടിച്ച് പറ്റിച്ചു വന്നാണ്ടല്ലോ, ഇപ്പൊ വരുമല്ലോ, കാണ്. ഹായ് മെർലിൻ. ഹായ് മെർലിൻ. ഹായ് ഹായ് ഹായ്. അല്ല, ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ? ബാഗ് അല്ല, ചേച്ചി ഇപ്പൊ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? അത് താൻ വരുന്ന കാര്യം ഇവരെ അറിയിക്കാൻ വേണ്ടി ഓടിയതാ. അറിയിക്കാൻ? എന്തായാലും വന്നതില് വളരെ 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 സന്തോഷം മെർലിൻ. എന്തേ വന്നേ? എന്താ കാര്യം? സന്തോഷം. ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് എനിക്കല്ലേ അറിയുള്ളൂ. എവിടെ കിടന്ന് കഷ്ടപ്പെട്ടു? തിരുവാങ്കുളത്ത്. അല്ല, തിരുവാങ്കുളത്ത് എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ ഇപ്പൊ കേശു ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, മെർലിൻ പറ. തിരുവാങ്കുളത്ത് എന്റെ ബന്ധുക്കൾ മുഴുവനും ഉണ്ടായിരുന്നു. 1 മാസത്തിനകത്ത് എന്റെ മനസ്സമ്മതം നടത്തണം എന്നായിരുന്നു അവരുടെ എല്ലാവരുടെ അഭിപ്രായം. കഷ്ടപ്പെട്ടാ ഞാൻ ഇങ്ങോട്ട് ചാടിയത്. ചാടിയ? എങ്ങോട്ട് ചാടിയെന്ന്? ഇങ്ങോട്ട്. ഇങ്ങോട്ടാ? അല്ല, അപ്പൊ വീട്ടുകാരൊക്കെയാ? വീട്ടുകാരൊക്കെ അവിടെ. ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ. അപ്പൊ ഈ ബാഗിലെന്താ? ബാഗിൽ എന്റെ ഡ്രസ്സാ? എന്തിനാ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ? കേശു എവിടെ? കേശു എവിടെ? കേശു പോയി. പോയി. പോയാ? എങ്ങോട്ട്? എങ്ങോട്ട് പോയാ? എങ്ങോട്ടോ പോയി. എവിടെയോ പോയി. ഞാൻ വിളിച്ചപ്പോ ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞേ. അപ്പ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. അവൻ വന്നിട്ട് വേണം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനാക്കാൻ. ഒരു മിനിറ്റ്. ഇത് ചേച്ചിയുടെ സ്വപ്നത്തിലെ പോലെ തന്നെയാ. ഇവിടെ ഇറങ്ങി പുറപ്പെട്ട് വന്നേക്കോ. എന്തെങ്കിലും പറഞ്ഞു വിട്. എന്നെ കൈ മുറുകെ പിടിക്കട്ടെ, ഞാൻ തലറങ്ങി വിടും. മെർലിനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ജീവിതത്തില് എടുത്തയാട്ടം ഒന്നിനൊരു പരിഹാരമല്ല. പരിഹാരമല്ല മെർലിനെ, പരിഹാരമല്ല. എടുത്തു ചാടാണ്ട് പറ്റൂല. അച്ഛൻ പറയും എടുത്തു ചാടുന്ന മാട് കലക്കവെള്ളം കുടിക്കുമെന്ന്. കലക്കവെള്ളം കുടിച്ചാലും വേണ്ടില്ല, ഞാൻ എടുത്തു ചാടും. എന്റെ കൊച്ചിനെ ഇത് എന്തും ഭാവിച്ചോണ്ടാ. മെർലിനെ, നിന്റെ 21 വയസ്സല്ല, കേശുവിന്റെ 21 വയസ്സ് അല്ലേ അമ്മായി? അല്ലേ? മനസ്സിലായില്ലേ? എന്റെ 21 വയസ്സ് കേശുവിന്റെ 12 വയസ്സാ. മെർലിനെ, അങ്ങനെയല്ല. ഈ പൊതുവെ ആമ്പിള്ളേർക്ക് 21 വയസ്സായാലും ആ ഒരു മെച്യൂരിറ്റി ഒന്നും വരത്തില്ല. ഇപ്പൊ തന്നെ നമ്മുടെ കേശുവിന്റെ കാര്യം ആലോചിച്ച് നോക്കിക്കേ. ബുദ്ധിയോ ഇല്ല, വിവരവും ഇല്ല, ചുമ്മാ കാളുകളിച്ച് നടക്കുമല്ലേ? അല്ലേ? കേശുവിന് അത്യാവശ്യം മെച്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ കല്യാണം കഴിക്കാൻ ഈ പ്രശ്നമൊന്നും പോരാ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. എടുത്തു ചാടി രജിസ്റ്റർ മാരേജ് ഒന്നും ചെയ്യരുത്. ചെയ്യാനേ പാടില്ല. രജിസ്റ്റർ മാരേജാ? അയ്യേ. അപ്പൊ അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല? ഇല്ല. ഇപ്പൊ ഞാൻ ചിന്തിച്ചാലും അവൻ ചിന്തിക്കില്ല, അവന് പേടിയാ. അപ്പൊ കേശവനെ കൊണ്ട് ഒളിച്ചോടാനാണല്ലേ പ്ലാൻ? പോ ചേർന്ന്. കേശു എന്നെ വിളിക്കാൻ വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ ഈ മനസ്സമ്മതത്തിന്റെ ചർച്ച ഒന്ന് ഒഴിവാക്കി വിട്ടത്. ചേച്ചി അറിഞ്ഞാ? ലജ്ജി ചേച്ചി സ്വപ്നം കണ്ട്. എന്ത്? ചേച്ചിയും കേശവനായിട്ട് കല്യാണം കഴിക്കുന്നത്. അത് മിക്കവാറും സ്വപ്നമായിട്ട് തന്നെ ഇരിക്കുള്ളൂ എന്നാ തോന്നണേ. നടക്കണ ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. എന്റെ മെർലിനെ, നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാം നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നടക്കേണ്ട പോലെ നടക്കും. ഇപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? ആ മനസ്സമ്മതം ഒന്ന് നീക്കി അങ്ങ് വെക്കുക അല്ലേ? കാലം വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ.
അല്ലേ? അതെ. അത് അധികകാലം ഒന്നും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവര് വീണ്ടും വരും മനസ്സമ്മതത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അതിപ്പോ ഇപ്പൊ എന്തായാലും തൽക്കാലം കുറച്ച് നാളത്തേക്ക് പിടിച്ചേക്ക്, ബാക്കി നമുക്ക് വരുന്ന വെച്ച് നോക്കാം. അതെ അതെ. അല്ല അവനെവിടെ? എനിക്ക് അവനെ കണ്ടിട്ട് വർത്താനം പറയണം. അമ്മൂമ്മയും കനാന്റെയും കേശവണ്ണും കടയിൽ പോയി. ആ ചേച്ചി ഇത് കഴിക്കാൻ എന്തെങ്കിലും ഇരിക്കണ്ടോ? പൊട്ടിരിപ്പുണ്ടാവും. എന്നാ എടുക്കും, എനിക്ക് വിശക്കണു. ബാ ആ ബാഗ് മുറിയിലേക്ക് ചേരെ. പ്രശ്നമൊന്നും കാണൂലല്ലേ? ആ ഡാഡി ഇല്ലില്ല, ഞാനൊരു അരമണിക്കൂറിനകത്ത് എത്തും. ആ ഇവിടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ. എത്തുമ്പോ ഞാൻ വിളിക്കാം. ഓക്കെ? ആ ശരി. ഹായ് മെർലിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ എവരെ സഹായിക്കാൻ വേണ്ടിട്ട് ഇത് എടുക്കാൻ വേണ്ടി ഇങ്ങനെ അവരോടെ പോയതാ. മെർലിന് സുഖമല്ലേ അല്ലേ? മോള് തിരുവാങ്കുളത്തെങ്ങാണ്ട് പോയേക്കോന്ന് പറഞ്ഞു. ആ അവിടെ ആരാ ഉള്ളേ? അവിടെ അങ്കിളും ആന്റിയൊക്കെ ഉണ്ട്. അപ്പൊ അവരെ കാണാൻ പോയതാ. മോക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആന്റിമാരും അങ്കിളുമാരും ഉള്ളോ? ഉണ്ടായി പോയി, എന്ത് ചെയ്യാന്. മെർലിൻ என்ன மெர்லின் உன்னோட ஃபேஸ் ஒரு மாதிரியா இருக்கு. ഭയങ്കര സന്തോഷം ആന്റി, അതാ ഫേസ് അങ്ങനെ ഇരിക്കണേ. நீ வந்ததுல இருந்து ஏதா சாப்பிட்டியா? ഇല്ലില്ല. அப்படின்னா நான் ஏதா ஸ்பெஷல் செஞ்சு வைக்கிறேன். തിരുവാങ്കുളത്ത് ആവശ്യത്തിൽ കൂടുതൽ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ സ്പെഷ്യലിന്റെ ഒന്നും ആവശ്യമില്ല. അമ്മൂമ്മ കനകാന്റി, നിങ്ങൾ അകത്തോട്ട് പൊക്കോ, ഞാൻ ഈ സാധനം കൊണ്ട് അങ്ങോട്ട് വന്നോളാം. മോളെ ആ മോടെ കല്യാണോ തിരുസമ്മതോ ഏതാണ്ടൊക്കെ ആയെന്നൊക്കെ പറഞ്ഞിട്ട്. തിരുസമ്മതമല്ല, മനസമ്മതം. എന്നിട്ട് പിന്നെന്താ സമ്മതിക്കാഞ്ഞ്? അമ്മൂമ്മ ആ കൊച്ചിന് നല്ലൊരു ജീവിതം കിട്ടട്ടെ. മോളെ ആദ്യമൊക്കെ കുറച്ച് വിഷമമൊക്കെ കാണും, പിന്നെ നല്ല സന്തോഷമായിരിക്കും. ചിലരെയൊക്കെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ ജീവിതകാലം മുഴുക്കെ വിഷമിച്ചോണ്ടിരിക്കാനേ സമയം കാണത്തുള്ളൂ. അമ്മൂമ്മ അകത്തോട്ട് ചെല്ലി, ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. നീ കൊണ്ടുവരുവോ? കൊണ്ടുവരാവേ. ഞാൻ പോവാനോ? പൊക്കോ കനകാന്റി, ചെല്ലി കൂടെ വാ. പൊക്കോ. ഇത് പുറത്തോട്ടല്ലേ, അകത്തോട്ട് പോകുന്നില്ലേ? എന്തൊക്കെയായിരുന്നു വന്നോണ്ടിരിക്കാ. ഇപ്പൊ വരും. എനിക്ക് അപ്പഴേ അറിയാമായിരുന്നു ഞാൻ വിളിക്കാൻ പറ്റില്ലാന്ന്. എടോ, സത്യം പറഞ്ഞ താ എന്നെ വിളിച്ചില്ലായിരുന്നോ മനസ്സമ്മതം പറഞ്ഞിട്ട്? അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. ആ പിന്നെ ഞാനങ്ങ് തിരിച്ചു കയറി. എനിക്കറിയാം താനെന്തെങ്കിലും ഇവിടെ പറഞ്ഞ് നൈസിലൊന്നും പടക്കും. ആ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അത് മുടക്കിയെന്നറിയോ? എനിക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. ഇപ്രാവശ്യം എങ്ങനെയോ മുടങ്ങിയെന്നേ ഉള്ളൂ. വീണ്ടും വരെ ഒരു മനസ്സമ്മതം പറഞ്ഞുണ്ട്. തനിക്കൊരു കാര്യം അറിയൂ, എനിക്കൊന്നിനും ഒരു പരിധിയില്ല. ഞാൻ വേണമെന്ന് വെച്ചാലേ വരും. ചുമ്മാ ഡയലോഗ് അടിക്കണം പോടാ. ഇപ്പൊ തനിക്ക് എന്നെ വേണോന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ തെന്നിത്തെറിച്ച് മാറിക്കൊണ്ടിരിക്കണം. എപ്പോഴും തെന്നി തെറിച്ച് മാറാൻ പറ്റൂല അങ്ങനെ. അത്ര നല്ല മൂഡിലെല്ലാം തോന്നണം. അല്ല, ഡാഡി വിളിച്ചോണ്ടിരിക്കുക എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഈ ഫ്രണ്ടിന്റെ വീട്ടിൽ ഇപ്പൊ വരും പറഞ്ഞാ ഒഴിഞ്ഞു മാറി നടക്കണേ. നല്ല കാര്യം. വിട്ടോ. തനിക്ക് പിന്നെ പറഞ്ഞു നിർത്തിയായ? അല്ലടോ, വെറുതെ ഡാഡിയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. താനിങ്ങൊന്നൊരു കാര്യം ചോദിക്കട്ടെ? ഇങ്ങോട്ട് വാ. അങ്ങോട്ടോ? എന്ത്? നിന്നെ ഇപ്പൊ അലീന വിളിക്കാറുണ്ടോ? അലീന വിളിക്കാറുണ്ടോ? അലീന അതാര്? മറ്റേ അലീന, നിന്റെ കസിന്. എന്റെ പൊന്നോ, ഇപ്പൊ അവിടെ ഒന്നും വിളിക്കാറൊന്നുമില്ല. ഒരു തവണ വിളിച്ച് ഞാൻ പത്തങ്ങ് പറഞ്ഞ് ഒരുമാതിരി വൃത്തിയായിട്ട് സംസാരം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നിന്റെ അന്ത്യം മിക്കാറും എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. വീട്ടിലോട്ട് പോയാലേ?
വെച്ചുവേ ശരിക്കും പറയുകയാണെങ്കിൽ കയ്യിൽ 5ന്റെ പൈസയില്ല. ആ കൃപാന്താണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 20,000 രൂപ കടം വാങ്ങിച്ചു. അടുത്ത ആഴ്ച തരാമെന്നും പറഞ്ഞാണ് അന്ന് വാങ്ങിച്ചത്. പക്ഷെ ഇപ്പൊ ഒരാഴ്ച 2ആയി, ഇതുവരെ പൈസ തിരിച്ചു തന്നില്ല. എനിക്കും കിട്ടാനുണ്ട് കുറച്ച് പൈസ. ഈ മേടിക്കാൻ കാണിക്കുന്ന ഉത്സാഹമൊന്നും തിരിച്ചു തരുമ്പോ ഇല്ല. നമ്മൾ ചെന്ന് പൈസ ചോദിക്കുമ്പോ അവരുടെ അടുത്ത് നമ്മൾ കടം വാങ്ങണ പോലെയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കണം. ഒരു ദിവസം എല്ലാത്തിനും കഴുത്തിന് കുത്തിപ്പിടിച്ച് മേടിക്കും നോക്കി. ആഹാ, നിങ്ങളാണാ ഇന്നത്തെ അടുക്കളയുടെ മേന്നോട്ടം? ആണെങ്കിൽ തീർന്ന്. അങ്ങനെയാണെങ്കിൽ മക്കളൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ അങ്ങ് പറയല്ലേ ചേച്ചി, ചിലതൊക്കെ അങ്ങ് കോമഡി ആയിട്ട് എടുക്കണം. കോമഡി ആയിട്ട് എടുക്കാൻ ഞാൻ ചേച്ചി അങ്ങ് വളർന്ന് ഡയലോഗ് അടിയൊക്കെ നല്ലോണം തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ശരിയാക്കാൻ ലച്ചു. അമ്മ ഇവളെതിരെ തിരിച്ചങ്ങ് വിട്ടാ മതി. അമ്മുമ്മ മാത്രം എന്റെ നേരെ തിരിച്ചു വിടല്ലേ, അമ്മുമ്മ നേരെ കേട്ടു. പിന്നെ ഗായ്സ്, എന്താ വല്ല ഹെൽപ്പും വേണമെങ്കിൽ പറയണം കേട്ടോ. ഹെൽപ്പ് വേണ്ടെങ്കിലും പറയാം. എനിക്കിത് ഫ്രണ്ടിനെ കാണാൻ പോണായിരുന്നേ. ഇപ്പൊ വീട്ടിലൊന്നും പറയാതെ ഫ്രണ്ടിനെ കാണാൻ പോക്ക് ഇച്ചിരി കൂടുതലാ. പറയാണ്ട, ഞാനിപ്പോഴാണ് പറയാണ്ട് പോയത്. ചേച്ചി ജസ്റ്റ് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം, ഇത്രയല്ലേ പറയാറുള്ളൂ, വേറെ എന്തെങ്കിലും പറയാറില്ലല്ലോ. അയ്യോ, ഒരു കാര്യം ഇങ്ങനെ വളച്ചൊടിക്കാനായിട്ട് ചേച്ചി കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. കേശു, നീ എന്താടാ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ വന്നിരിക്കണ? ഒന്നും ഇല്ലാതെയൊന്നും അല്ല. എന്താ കാര്യം? ചെക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. എന്താ കാര്യം? മെർലിൻ ചേച്ചി വന്നോണ്ടായിരിക്കും, കൊറേ ആലോചനകളൊക്കെ കാണുമല്ലോ. ചേച്ചി പോയച്ചോടുന്നു അതൊന്നുമല്ല. പിന്നെ ശിവ, അച്ഛൻ എപ്പോഴും പറയണ കറക്റ്റ് അടി, പണം ഇല്ലാത്തവൻ പട്ടിക്ക് സമം. ഓ, അപ്പൊ അതാണ് കാര്യം. ഇവൻ ആരുടെ കൂടെയോ എവിടെയൊക്കെയോ പോവാൻ പ്ലാൻ ചെയ്തു. പക്ഷെ കേശുവിന്റെ കയ്യിൽ കാശില്ല. ആ, കേശുവിന്റെ കൈ കാശില്ല. കേശുവിന്റെ കൈ കാശുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരുടെയും കൈ കാശുള്ളവരാണ്. നേരത്തെ ചില ചക്ര പരിപാടിയൊക്കെ ചെയ്ത് കുറച്ച് കാശുണ്ടായിരുന്നു കയ്യില്, ഒന്നും കൊണ്ട് തടയണില്ല. സാറ് കാര്യം പറ. കാര്യം പറഞ്ഞാൽ ചേച്ചി സഹായിക്കൂ? പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു വന്നപ്പോഴേ സഹായിച്ചിട്ടില്ലേ? സഹായിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഇപ്പൊ സഹായിക്കോ ഇല്ലേ, അതാണ് എനിക്കറിയുന്നത്. ലച്ചേച്ചി ആരെയാ സഹായിക്കണ്ടേന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ലച്ചേച്ചിയുടെ കയ്യിൽ പൂത്ത കാശല്ലേ ഇരിക്കുന്നത്. വേണേ നീ ഇത് പറഞ്ഞല്ല, മനുഷ്യന്റെ കയ്യിൽ 5ന്റെ പൈസ നിക്കണില്ല. എടാ നിങ്ങളൊന്നും മിണ്ടാതിരി. എടാ നിന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ? എനിക്കൊരു 20,000 രൂപ വേണം. 20,000 രൂപയെ? നിനക്ക് എന്തിനാണ് 20,000 രൂപ? എനിക്ക് 20,000 രൂപ വേണം. നീ കാര്യം പറ. എന്തിന്? കാര്യം പറഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ 5ന്റെ പൈസ കേട്ടാ, ഇതാണ് ഞാൻ 20,000 രൂപ തരുവോ നമ്മുടെ ആടുത്തും ചോദിച്ചിട്ടില്ല. അതിന് മുമ്പ് ഇതാണ് മറുപടി. ചേട്ടാ, ചേട്ടൻ സഹായിക്കുമെന്ന് ചോദിച്ചില്ലേ? സഹായിക്കുമെന്നേ ചോദിച്ചുള്ളൂ, അല്ലാതെ ഈ പൈസ എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. എന്തുവാടാ ചോദിക്കുന്നുണ്ടോ? ഇപ്പൊ എടുത്ത് തരുമോ 20,000 രൂപ? നമ്മളില്ലേ, നമ്മൾ ആരല്ലേ? ഞാൻ പോകും. പാവം കേശോട്ടൻ, മുഖം കണ്ടാ അറിയാം എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. എന്നാൽ 20,000 രൂപ കേസു, കട്ടൻ ചായ. എനിക്ക് വേണ്ട ആന്റി. എന്നടാ അത്? എഴുന്നേര്, കുടി. വേണ്ട കനകാന്റി. டே என்ன கொஞ்சம் பாரு. என்னடா வருத்தமா இருக்க? കനകാന്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, വേണ്ട. கேசு, எனக்கு தெரியும் கேசு, அவங்க எல்லாம் சொல்றது நான் கேட்டேன். உனக்கு பைசா தேவையா இருக்கு, அப்படிதானே? ഓ കനകാന്റി, പൈസ തേവയായിട്ടൊക്കെ ഉണ്ട്. എന്തൊരു ചെയ്യ്? ரொம்ப தேவையாடா? ரொம்ப തേവയാണ്. പക്ഷെ ரொம்ப തേവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആരും ദേവി തരൂല്ലല്ലോ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കേശോടൻ ചാടി മുന്നിൽ നിൽക്കും. കേശോട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും മുന്നിൽ നിൽക്കില്ല. എന്താടാ കേശു ഇവിടെ സെന്റ് അടിച്ച് ഇവിടെ കയറിയിരിക്കണ? டே கேசு, எங்கிட்ட ஒரு 2,500 ரூபாய் இருக்கு, அது வேணா நான் உனக்கு தரேன்டா. അതങ്ങ് വാങ്ങിക്കേട്ടാ. ഈച്ച് പോച്ച അവിടുന്ന്. എനിക്ക് വേണ്ടത് 20,000 രൂപയാണ്. 2,500 രൂപയൊന്നും മരുന്നിന് പോലും തികയില്ല. ഡേയ് വാ. എന്താ വാ. എന്താണ് ഒരു ആൾക്കൂട്ടം? കേശോടൻ വിഷമിച്ച് കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്ന കണ്ടാ? കണ്ണ് കലങ്ങിയിരിക്കുന്ന? ആ, ഇനി ഇങ്ങനെ പല നമ്പറും കാണണ്ട വരും. ചേച്ചി എന്താ ചേച്ചി പറയണേ? ഞാൻ ചേച്ചിയുടെ എന്തൊരു നമ്പർ കാണിക്കാൻ വന്നതാണ്. നിങ്ങൾ എല്ലാവരും ചുമ്മാ എന്റെ തലയിൽ കയറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ആരും കേശോടൻ കുറ്റം പറയാതെ. പാവം
കേശോട്ടൻ. കനകം നീ കട്ടൻ ചായ കൊണ്ട് കൊടുത്തിട്ട് എളുപ്പം വരാന്ന് പറഞ്ഞിട്ട് അടുക്കളന്ന് പോരുന്നേ. ஆமாம்மா கேசு ஆனா இந்த சாய குடிக்கலம்மா அதனால பேசிட்டு அப்படி நின்ன അല്ല ഇതെന്ത് എല്ലാരും കൂടി എവര് വട്ടം കൂടി ഇരിക്കുന്നേ? കേശുമോൻ ഇവിടെ കരഞ്ഞ് വിഷമിച്ച് അവശനായിരിക്കുന്നു. അതെ, ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാരും പോയി സ്വന്തം കാര്യങ്ങൾ നോക്കൂ. എനിക്ക് വയ്യ, എനിക്കൊരു സമാധാനം എന്താ. എടാ കേശു, നിനക്ക് എന്തിനാണ് ഇപ്പൊ 20,000 രൂപ? ഒരു അത്യാവശ്യത്തെ കാര്യത്തിനാണ്. എന്താണ് കേശു പൈസ ഒക്കെ മറക്കണേ? എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്, ഞാൻ മെർലിനെ വിളിച്ചോണ്ട് വരാൻ പോണു. കേശു അല്ല പിന്നെ അമ്മൂമ്മ, ഞാൻ എന്തിനു പറയണം? ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിച്ചു കഴിഞ്ഞാ கேசு வந்து ஏதா சாப்பிடுறா. എനിക്കൊന്നും വേണ്ട. എനിക്ക് കേശോട്ടാ പോയി കഴിച്ചോട്ട് വാ, എന്നിട്ട് പിന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതെ, കേശു പോയി കഴിക്ക്. നീ കഴിച്ചു വരുമ്പോഴത്തേക്കും പാറു 20,000 എടുത്ത് കൈ വെച്ച് തരും. ഇല്ലേ പാറു? എന്തായാലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കേശോന് കൊടുത്തേരാം. ഇവിടെ ചിലവരുണ്ടല്ലോ. അതാണ് നീ എന്നെ നോക്കി പറയണേ? ചുമ്മാ പറഞ്ഞപ്പോ ഒന്ന് നോക്കിയതാണേ. കേശുവേ, എന്റെ കയ്യിൽ 2,000 ഇരിപ്പുണ്ട്. ഇത്തിരി അത്യാവശ്യത്തിന് വെച്ചിരുന്നതാണ്. ഇനിയിപ്പോ നീ എടുത്തോ. മേടിക്ക് മേടിക്ക് മേടിക്ക്. പോടെ അവിടുന്ന്. 2,000 രൂപ ഒന്നുമില്ല, എനിക്ക് 20,000 രൂപ വേണം. ചേട്ടാ, കനയാന്റിയുടെ കയ്യില് 2,500 രൂപ, ശിവചേച്ചിയുടെ കയ്യില് 2,000 രൂപ. അപ്പൊ എത്രയായി? എത്രയായി? അതല്ലേ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചേ, എത്രയായി? നീ പറ, എത്രയായി? എനിക്കറിയാമെങ്കിൽ ഞാൻ അങ്ങ് പറയൂലേ. എങ്ങനെ അറിയാനാ? പഠിക്കാൻ വിളിക്കുമ്പോഴേ പഠിക്കാൻ വരണം. ഇത് തെക്കോട്ടും വടക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. മൂത്തവന് ചീത്ത പറയാനും കുറ്റം പറയാനൊക്കെ നല്ല നാക്കുണ്ടല്ലോ. കണക്കറിയാൻ പാടില്ലേ? ഇവിടെ എന്താ കണക്ക് പഠിപ്പിക്കണ? എല്ലാരും ഒന്ന് പോവോ? ആന്റി ഒന്ന് പറഞ്ഞാ 4,500 രൂപ ആச்சு. അതുപോലെ ചേച്ചി പോടി. 20,000 4,500 തമ്മിൽ തിരിച്ചറിയാത്തോളെ. കേശുമോനെ, നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അമ്മൂമ്മ ഒരു വള തരാൻ പണയമൊക്കെ. ആ തന്ന വള തിരിച്ച് ആരെടുത്ത് തരണം? നിന്റെ ലച്ചു ചേച്ചി എടുത്തു തരും. പിന്നെ ലജ്ജ ചേച്ചി ഇരിക്കുകയാണല്ലോ പൈസ. അമ്മുമ്മേ, ആവശ്യമില്ലാതെ ഈ കുഴിയിൽ എന്നെ ചാടിക്കാൻ നോക്കണ്ട. ഞാൻ പോകും. അല്ല, പൈസയുടെ കാര്യക്കാണ് നിക്കിട്ട്. എന്തിനാണ് പൈസ? അത് പറ. പൈസ പൈസ എനിക്ക് സ്വർണം മേടിക്കാനടി. സ്വർണം മേടിക്കേ. അവനെന്തിനാ സ്വർണം? എന്തിനു മുമ്മ? എനിക്കറിഞ്ഞൂടാ. നിനക്കും കണ്ടറിയോ? എനിക്കറിഞ്ഞൂടാ. സ്വർണ്ണോ? ഓ ഒന്നും പറയണ്ടാ. ഇല്ലില്ല, ഞാനൊന്നുമില്ല. അങ്ങോട്ട് സെറ്റ് ആവണില്ല. എന്തരം അറിഞ്ഞു. ഓ ഭയങ്കര മൂഡ് ഓഫറായി. ഇല്ലടാ, ഞാൻ സത്യമായിട്ട് ഞാൻ ഇല്ല. ആ ശരി, ഞാൻ വിളിക്കാടെ. കഴിച്ചു വാ. എന്തായിരുന്നു? എണിച്ചു വാ. ഞാനൊന്നുമില്ല, പോച്ചെ. ചെക്കാ മോഴ കാണിക്കാൻ നിൽക്കാൻ എനിക്ക് വന്നേ. ഓടി വയ്യ, എനിക്കൊന്ന് തലവേന എടുക്കണം. വന്നേ. മര്യാദയ്ക്ക് വന്നോ? ഇപ്പൊ എന്താണ് ഞാൻ പറഞ്ഞേ? വാ, എന്നിട്ട് പറയാം. ബാ. ഞാനൊന്നും ഇല്ല, ഞാൻ സ്വസ്ഥമാണെങ്കിലും കിടക്കിട്ട് വെച്ചേ. എന്തടി എനക്ക്? ആ ഇങ്ങോട്ട്. ചേച്ചി, ലച്ചു ചേച്ചി. എന്നെ ഇവിടെ കൊണ്ടു നീ നിർത്താനാണ് വിളിച്ചോണ്ട് വന്നെ? എന്താ? നീ ആണോ ലച്ചു ചേച്ചി? ലച്ചേച്ചി ഇപ്പൊ വരും. ആ വരട്ടെ. എന്തോന്ന് ചേച്ചി, ഇവരെന്താ സ്വർണം വാങ്ങണമെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിന് കാശിന്റെ ആവശ്യമുള്ളതുകൊണ്ട് എന്റെ കയ്യിലുള്ള കാശിനെടുത്ത് കൊടുക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് കേശോന് കാശ് കൊടുക്ക്. എന്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറയാതെ ചേച്ചി. എന്റെ കൊച്ച എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാണ് ഇല്ലെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ എന്റെ തലയത്തോട് സത്യം ചെയ്യും. ബാ, തലത്തോട് സത്യം ചെയ്യാം. വേണ്ട ചേച്ചി, തലയത്തോട് സത്യം ചെയ്യണ്ട. ഈ സ്വർണം മേടിക്കാന്നൊക്കെ പറഞ്ഞതേ വെറുതെ വല്ല താലിമാല മേടിക്കുക അങ്ങനത്തെ വല്ല പ്ലാനാണ്? ചേച്ചി പോടി. പൊന്നി ചേച്ചി, സത്യമായിട്ടും മെർലിന് താലിമാല മേടിക്കാനല്ല പൈസ. ഇത് എന്തോന്നാ ഇവിടെ? നേരം വെളുത്തപ്പം മുതൽ ആ മുറി ചർച്ച, ഈ മുറി ചർച്ച, ഈ മുറി ചർച്ച, ചർച്ച 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 ചർച്ച. ഇതെന്തോന്ന് എത്രത്തോളം ചർച്ച ചെയ്യാനേ? അമ്മമ്മ 2,000 ശിവ ചേച്ചി കേശുവിന് കൊടുക്കാന്ന് പറഞ്ഞു. 2,500 രൂപ കനയാന്റി കേശുവിന് കൊടുക്കാന്ന് പറഞ്ഞു. பாரு 2,500 என்கிட்ட இருக்குன்னு தான் நான் சொன்னேன். തീർക്കട്ട്. അപ്പൊ രണ്ടും കൂടി തീർക്കുമ്പോഴത്തേക്കും 4,500. ഇത് വലിയ കഷ്ടമായല്ലേ ഇത്. അയ്യോ, എനിക്കാരും പൈസ അറിയൊന്നും വേണ്ടേ. ഞാൻ എങ്ങനെയെങ്കിലും അത് എടുത്തോളാം. ഡേ കൂടുതൽ കാണുന്ന ഡയലോഗ് അടിക്കാതെ
എൻ്റെ ഒരു 5000 രൂപ ഉണ്ട്. അത് ഞാൻ നിനക്ക് തരാം. ഒരു അത്യാവശ്യത്തിന് അടുത്ത് വെച്ചിരുന്ന പൈസയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു തരണം. കേട്ടല്ല? അപ്പം റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും 9500. 10 ഇരിക്കട്ടെ. അമ്മൂമ്മ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത്രയൊക്കെ ലച്ചു എത്ര രൂപ ഇടുന്നു നോക്കട്ടെ. അത് ശരി, ഇതിപ്പോ കറങ്ങി തന്നെ വീട്ടിൽ ലച്ചുവിന്റെ തലേ വന്നാ. കേശു നിന്നെ കൊണ്ട് വലിയ ശല്യാണല്ലോടാ. ഞങ്ങള് നല്ലത് കുഴിപ്പണത്തേക്ക് പോണതായിരുന്നു. ഇതിപ്പോ ഹാച്ചിലൊഴുക്കി കളഞ്ഞ പോലെ ഞാൻ വേണമെങ്കിൽ ഒരു 5000 ഇടാം. ഓക്കെ, അപ്പം 15000. അമ്മൂമ്മ പടവലത്ത് കുരുമുളകും കൊട്ടപ്പാക്കും വിറ്റ പൈസ അപ്പൂപ്പൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ പൈസ എന്ന് പറയുമ്പോ എത്ര വരും? അതൊരു 5000 രൂപ. അപ്പൊ ഒന്നുമില്ല, അത്രല്ല. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. മകളെ പറഞ്ഞ താങ്ക് യു. ശിവ താങ്ക് യു. ലച്ചേച്ചി താങ്ക് യു. അമ്മായി താങ്ക് യു. അമ്മൂമ്മ അപ്പൊ താങ്ക് യു കേട്ടോ എല്ലാവർക്കും. എന്ത് നോക്കിക്കടേ, പൈസ എടുത്തോണ്ട് വാ. ഭർത്താവിനെ ഭാര്യ വെട്ടിക്കൊന്നു. அச்சோ அடிங்கம்மா. മദ്യപിച്ചു വന്ന് നിരന്തരമായുള്ള പീഡനം സഹിക്കവയ്യാതെ സഹികെട്ട് ചെയ്തതാണെന്നാണ് ഭാര്യയുടെ വിശദീകരണം. ஷோ அம்மா, இந்த நாட்டுல என்னெல்லாம் கொடுமை நடக்குதுல்ல. അതെ, എന്നും ഇതേ ഉള്ളൂ. പത്രം തുറന്നാ ഇതേ കാണാനുള്ളൂ. വെട്ടി കൊന്നു. അവനരച്ചെഴുതുന്നു ഗോളങ്ങളെന്നും ഇരുട്ടിനി കോലാരുണോദയം. അമ്മൂമ്മ കണ്ടായത് എന്താടാ എന്നടാ അത്? മകളെ ശിവ അമ്മായിയെ എന്താ അഗൈൻ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇതെന്താ? ഇതെന്താന്നോ? നിങ്ങളൊക്കെ തന്ന സംഭാവന കാരണം മേടിച്ച സാധനം. എങ്ങനെ നോക്കട്ടെ. ഞാൻ കാണിക്കും, അപ്പൊ കണ്ടാ മതി. പിന്നെ നല്ല 1-ാം തരം 916 സാധനം. എന്തേ കാണിച്ചേ? അമ്മൂമ്മ തൊടരുത്, തൊടാന്ന് ചോദിക്കും. ഓ, അപ്പൊ ഇത് വാങ്ങാനാണ് ഇവിടുന്ന് 20,000 കൊണ്ടുപോയതല്ലേ? ആബ്സല്യൂട്ട്ലി കറക്റ്റ്. എത്ര ഗ്രാം ഉണ്ടടാ? 2 ഗ്രാം. അതൊക്കെ അവിടെ നിക്കട്ടെ. ആർക്ക് വാങ്ങിയത്? എനിക്കാ വാങ്ങിച്ചേ. നിനക്കൊന്നും ആ, നിനക്കൊന്നും ആയിരിക്കൂല, അവ എനിക്ക് വാങ്ങിച്ചായിരിക്കും അല്ലടാ. അമ്മായിക്കാ? അമ്മായി എന്തിനു പറയണേ? നിങ്ങളൊക്കെ എന്ത് വിളിച്ച് പറയുന്നേ? ഇതിനൊക്കെ മുന്നിട്ട് നിന്ന് ആലെ പിടിയെടുക്കാനായിട്ട് ഞാനല്ലേ. എന്റെ ചെക്കൻ എന്റെ മനസ്സറിയാം. തന്നേരെ ഇങ്ങത്താ. കൊച്ചിന്റെ കാര്യം നിനക്കൊന്നുമല്ല. പൊന്നെ, ചേച്ചിക്ക് നീ സ്വർണ്ണൊക്കെ മേടിച്ചോണ്ട് വരുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. എടാ, എനിക്കറിയാടാ, ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ സഹായിക്കുന്നോണ്ടല്ലേ നീ എനിക്ക് ഈ മോതിരം മേടിച്ചോണ്ട് വന്നത്. നിങ്ങൾക്ക് ആർക്കും അല്ല, ഞാനേ അവനെ പൊന്നുപോലല്ലേ നോക്കുന്നേ. അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് മേടിച്ചോണ്ട് വന്നതാ. அப்படின்னா எனக்கா? പിന്നെ നിങ്ങൾക്ക് സ്വർണം മേടിച്ചോണ്ട് വരാ. എനിക്ക് തലയ്ക്കകത്ത് മറ്റേ ഓളമല്ലേ. പിന്നെ ആർക്ക്? ഇവിടെ മെർലിൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവള് വന്നിട്ട് ഭയങ്കര കലിപ്പെട്ടിട്ടാണ് പോയത്. ഞങ്ങൾ അങ്ങ് തെറ്റി, അങ്ങോട്ട് അടുക്കണില്ല എന്ത് പറഞ്ഞിട്ട്. നോർമൽ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താ സെറ്റ് ആവൂല. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് മേടിച്ച്. സ്വർണ്ണത്തിൽ വീഴാത്ത പെൺപിള്ളാരുണ്ടോ? അതുകൊണ്ട് ഇത് എന്റെ സ്വന്തം മെർലിനുള്ളതാ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് 20,000 രൂപ തിരിച്ചു തരാതെ ഈ പരിസരത്തെ കൊണ്ട് കേറിയിട്ടല്ല, ഇതിന് മുട്ടായി ഞാൻ തന്നെ അടിക്കും. നോക്കിക്കോ, കണ്ണ് വെട്ടിച്ച് വീടിനകത്ത് കേറാൻ നോക്കിയ കൊല്ലണ്ട, കയ്യും കാലും ഒടിച്ചിട്ട് കിട്ടാ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.